അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ഉർസില റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹധന്യരായ വിശിഷ്ട വ്യക്തികളെ, പ്രിയങ്കരരായ സഹോദരി സഹോദരങ്ങളെ, എൻ്റെ വിഷയം വിശുദ്ധ ഖുർആനിൻ്റെ സമാധാനത്തിൻ്റെ മാർഗരേഖ എന്നതാണ്. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾ അങ്ങേയറ്റത്തെ സമാധാനത്തിലാണ് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഇരുന്നിട്ടിങ്ങനെ പിറകിലുള്ള ഒന്ന് രണ്ട് ആളുകളുടെ ആംഗ്യം ഇങ്ങനെ കാണുകയായിരുന്നു. അവരെണ്ണയാണ് ഈ സ്റ്റേജിലിരിക്കുന്ന ആളുകൾ. ഓരോരുത്തർ കഴിയുമ്പോഴും നിങ്ങൾക്കൊരാശ്വാസമാണ്. ഒരാളുകൂടി കഴിഞ്ഞാൽ ഇത് കഴിയുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ്. ദീർഘമായ കുറേയധികം പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടു. ഇനിയും ഒരു സുദീർഘമായ ഭാഷണം ഞാൻ നടത്തി നിങ്ങളെ മുഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൗഢമായ വിഷയങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചതെല്ലാം. പ്രഗത്ഭരായ പണ്ഡിതരാണ് ആ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. ഞാൻ ചേർത്ത് വെക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സമാധാന ദർശനത്തെ, അതിൻ്റെ പ്രാധാന്യത്തെ, പ്രായോഗികതയെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളിലേക്ക് കോർത്തു വെച്ച് അവസാനിപ്പിക്കുവാനാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ജീവിക്കുന്നൊരു കാലം ഏറെ സംഘർഷങ്ങളും കാലുഷ്യങ്ങളും വിഷമതകളും പ്രയാസങ്ങളുമൊക്കെ നിറഞ്ഞൊരു കാലമാണ്. ഖലീൽ ജിബ്രാൻ്റെ മനോഹരമായൊരു വചനമുണ്ട്. അദ്ദേഹം വല്ലാതെ പ്രയാസകരമായ സങ്കീർണമായൊരു ലോകത്തെ നോക്കി പറഞ്ഞൊരു വാക്കാണ്, ബി സൈലൻറ്റ് മൈ ഹേർട്ട്. എൻ്റെ പ്രിയപ്പെട്ട ഹൃദയമേ, നീ ഒന്ന് ശാന്തമാകണം. ഹൃദയത്തോട് പ്രതീകാത്മകമായി അദ്ദേഹം പ്രതികരിക്കുന്നൊരു വാക്കാണത്. എന്നിട്ട് പറയുകയാണ്, ഫോർ ദ സ്പേസ് ബീയിങ് കനോട്ട് ഹിയർ യുവർ വേർഡ്സ്. നിൻ്റെ വാക്കുകൾ കേൾക്കാൻ, നിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ ഇനി ഈ പ്രപഞ്ചത്തിന് കഴിയില്ല ഹൃദയമേ. കാരണം കത്തിയെരിയുന്ന നെരിപ്പോടുകൾ പോലെ നിൻ്റെ ഹൃദയം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഫോർ ദ എഥർ ഈസ് ലാഡൻ വിത്ത് ക്രൈസ് ആൻഡ് മൗണ്ട്സ്. ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വവിധാനങ്ങളിലും ഇങ്ങനെയുള്ള അശരീരികളും അസ്വസ്ഥതകളും പ്രയാസങ്ങളും വേദനകളുമൊക്കെ വട്ടമിട്ട് പറക്കുകയാണ്. അതുകൊണ്ട് ഐ എം പ്രിറ്റി ഷുവർ, എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, ഇറ്റ് കനോട്ട് ക്യാരി യുവർ സോങ്സ് ആൻഡ് ഹിംസ്. നിൻ്റെ സംഗീതങ്ങളോ നിൻ്റെ വാക്കുകളോ നിൻ്റെ ഉള്ളിലെ വികാര പ്രകടനങ്ങളോ ഇനി നിൻ്റെ ഹൃദയത്തിന് കേൾക്കാൻ കഴിയില്ല. കാരണം ഹൃദയം അത്രമേൽ അസ്വസ്ഥമാണ്. ഈ ലോകത്തെ നോക്കി, മനുഷ്യരെ നോക്കി, അവരുടെ ജീവിത സ്വഭാവം നോക്കി, അവരുടെ പ്രതികരണങ്ങൾ കണ്ട്, മനുഷ്യരനുഭവിക്കുന്ന സങ്കീർണതകൾ കണ്ടെല്ലാം അത്രമേൽ ആഴത്തിലുള്ള ഒരു വലിയ വേദനയെ അനുഭവിക്കുന്നൊരു ലോകത്താണ് ഞാനും നിങ്ങളും ഉള്ളത് എന്ന് വിളിച്ചു പറയുന്ന ജിബ്രാൻ്റെ ഒരു വേദന, വേവലാതി, അത് ഇരുൾമുറ്റി നിൽക്കുന്നൊരു ലോകത്തെക്കുറിച്ചുള്ളതാണ്. ഒരുപക്ഷെ പരിശുദ്ധ ഇസ്ലാം കടന്നു വന്നത് ഇതിലും ഭീകരമായ, വലിയ അർത്ഥത്തിൽ ആഴമേറിയ അസ്വസ്ഥതകൾ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടത്തിൻ്റെ മുന്നിലേക്കാണ് വിശുദ്ധ ഖുർആൻ സമാഗതമാകുന്നത്. അന്ന് ജാഹിലിയ ലോകത്തിൻ്റെ അജ്ഞത, അന്ധകാരത്തിൻ്റെ ആഴം, ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അധാർമികത തഴച്ചു വളർന്നൊരു കാലഘട്ടത്തിൻ്റെ വലിയ വൈകൃതം, ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു ലോകത്ത് പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവതരണത്തിലൂടെ ലോകത്തൊരു പുതിയ പ്രകാശത്തെ അനുഭവിപ്പിക്കുകയാണ്. സൂറത്തു മാഇദയിൽ സമാധാനത്തിൻ്റെ മാർഗരേഖയെന്ന് പരിശുദ്ധ ഖുർആനിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആഴത്തിൽ ആലോചിക്കാൻ കഴിയുന്ന ഒരൊറ്റ വചനത്തെ മാത്രമാണ് സമയദൈർഘ്യം എന്നുകൊണ്ട് ഞാൻ പറഞ്ഞു സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 15ഉം 16-ാമത്തെ വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുകയാണ്, ഖദ് ജാഅകും മിനല്ലാഹി നൂർ. നിങ്ങൾ ഈ കത്തിയിരിയുന്ന നരിപ്പോടുകൾ പോലെ ഇരുട്ടുമൂടിക്കിടക്കുന്ന ഈ ലോകമുണ്ടല്ലോ, ഈ ലോകത്തൊരു പ്രകാശം നിങ്ങൾക്കിടയിൽ കടന്നു വന്നിട്ടുണ്ട്. അസ്വസ്ഥതകൾ നീക്കാൻ, വേദനകൾ ഇല്ലാതാക്കാൻ, പരിദേവനങ്ങൾക്ക് പരിഹാരമാകാൻ നിങ്ങൾക്കിടയിലേക്കൊരു പ്രകാശം കടന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല, ആ പ്രകാശമാനമായ വെളിച്ചം നിങ്ങളിലേക്ക് വന്നത് വളരെ ശക്തമായ കയ്യിൽ പിടിക്കുന്ന ഒരു ഗ്രന്ഥത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ്. വകിതാബും മുബീൻ. ആ പ്രകാശം നിങ്ങളിലേക്ക് അവതരിക്കപ്പെട്ടു എന്നതുപോലെ പ്രധാനമാണ്, നിങ്ങൾക്ക് മനോഹരമായൊരു ഗ്രന്ഥം അവരുടെ കൈകളിലൂടെ നിങ്ങളിലേക്ക് അവതരിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ പ്രകാശം എന്നതിൽ സംശയമില്ല. ആ പ്രകാശമാനമായ പ്രവാചകീയ സാന്നിധ്യത്തെ മനോഹരമാക്കുന്നത് ഹബീബായ നബി നമുക്കിടയിൽ കൈമാറിയ വിശുദ്ധ ഖുർആൻ എന്ന കിതാബും മുബീൻ എന്ന മനോഹരമായ ഗ്രന്ഥമാണ്. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, യഹ്ദീ ബിഹില്ല മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം.
യുഖ്രിജുകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. നിങ്ങൾക്കിടയിലേക്ക് അവതരിക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന പ്രകാശം, ആ പ്രവാചകന്റെ പരിശുദ്ധമായ ഗ്രന്ഥമാകുന്ന ഖുർആൻ നിങ്ങളിലേക്ക് വന്നത് യഹ്ദീ ബിഹില്ലാ മനിത്തബഅ റിദ്വാന. അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നവർക്ക് അതുവഴി പടച്ചതമ്പുരാനെ പിന്തുടർന്നിട്ട് ഒരു നന്മയെ അവർക്ക് മുന്നിൽ അവതരിക്കപ്പെടാനാണ്. യഹ്ദീ ബിഹില്ല. അതുകൊണ്ട് അള്ളാഹു അവരൊരു വഴി കാണിച്ചു കൊടുക്കുകയാണ്. ആ മാർഗദർശനത്തിന്റെ ശബ്ദം ഏതെന്നറിയുമോ? അത് സുബുലസ്സലാം, സമാധാനത്തിന്റെ വഴിയാണ്, സമാധാനത്തിന്റെ മാർഗമാണ്. സുബുലസ്സലാം എന്ന പ്ലൂരലിസ്റ്റ് ആയ ഒരു പദം പ്രയോഗിച്ചിട്ടാണ് സലാം എന്ന ശാന്തിയെ, സമാധാനത്തെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഖുർആനിൽ പലയിടങ്ങളിൽ സലാം, സിൽം എന്ന പദം ഇങ്ങനെ ആവർത്തിച്ച് പ്രയോഗിക്കുന്നത് കാണാം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. പരിശുദ്ധ ദീനിന്റെ ആ സമാധാന ശബ്ദത്തിൽ നിങ്ങൾ പരിപൂർണമായി കടന്നു വരിക. ഇസ്ലാം, മുസ്ലിം എന്നിടങ്ങളിലെല്ലാം ആ ശാന്തതയുടെ, സമാധാനത്തിന്റെ അപാരമായ ആഴത്തെ പരിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത് കാണാം. ഇവിടെ സൂചിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഖുർആനിനെ, അള്ളാഹുവിന്റെ പ്രവാചകനെ നിങ്ങൾക്കിടയിലേക്ക് അവതരിക്കപ്പെട്ടതിനൊരു കാരണമുണ്ട്. അത് യഹ്ദീ ബിഹില്ല. അള്ളാഹു നിങ്ങൾക്ക് സന്മാർഗ ദർശനം നൽകാനാണ്. ആ സന്മാർഗ ദർശനം നൽകുന്നത് ആർക്കാ? മനിത്തബഅ റിദ്വാന. വല്ലാത്തൊരു പദപ്രയോഗമാണ്. റിദ്വാൻ എന്നത് റിളയാണ്, തൃപ്തിയാണ്. ആ എല്ലാവർക്കും ഇതൊരു സമാധാനത്തിന്റെ മാർഗരേഖയല്ല. റിദ്വാൻ അഥവാ തൃപ്തി ആഗ്രഹിക്കുന്നവർക്ക്, അതിനെ പിന്തുടർന്നവർക്ക് ഇതൊരു സമാധാനത്തിന്റെ മാർഗരേഖയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ തൃപ്തിയും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം? ആമന്ന എന്ന് പറയുന്നതിന് പകരം റളീന എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ പ്രവാചകന്റെ വാക്കിന്റെ വ്യാപ്തി ഇവിടെയാണ് പ്രകടമാകുന്നത്. അറിയുക, വിശ്വസിക്കുക, അനുസരിക്കുക എല്ലാം ഈമാൻ, ആമന്ന, വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു തലത്തെ മാത്രം തൊടുന്നതാണ്. എന്നാൽ കുറച്ചുകൂടി ആഴത്തിൽ വിശ്വാസത്തിന്റെ ഗഹനമായ ശബ്ദത്തെ തൊടുന്ന ഒരു പദമാണ് റിദ്വാൻ എന്ന പദം. റളീന, ഞങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, പരിശുദ്ധ ദീനിനെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, പ്രവാചകൻ എന്ന പ്രകാശത്തെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, പരിശുദ്ധ ഖുർആൻ എന്ന വഴിയെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. മനിത്തബഅ റിദ്വാന, ആ അള്ളാഹുവിന്റെ റിദ്വാൻ, അവന്റെ റിളയെ, ആ തൃപ്തിയെ കാക്ഷിക്കുന്ന, പരമമായ സന്തോഷത്തെ കൊതിക്കുന്നവനുള്ളതാണ് ഈ സന്മാർഗ ദർശനം എന്ന് പറയുന്നത്. ഇഷ്ടപ്പെടുക എന്നത്, അനുസരണിക്കുക എന്നത്, അനുകരിക്കുക എന്നത് ആത്മാർത്ഥമാകുന്നിടത്താണ് റിദ്വാൻ എന്ന ശബ്ദമുണ്ടാകുന്നത്. ഇഷ്ടത്തോടൊരു കാര്യം ചെയ്യുക, നിയമത്തെ നമ്മൾ അനുസരിക്കുന്നു, നമ്മൾ ട്രാഫിക് റൂളുകളെ അനുസരിക്കുന്നു, രാജ്യത്തിൻ്റെ വിധിന്യായങ്ങളെ നമ്മൾ അനുസരിക്കുന്നതെല്ലാം ഇഷ്ടത്തോടെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മൾ നിയമങ്ങൾ പാലിക്കുന്നത് അതിൻ്റെ പണിഷ്മെന്റുകൾ ഒഴിവാക്കാനാണ്. പലപ്പോഴും നിയമങ്ങൾ പാലിക്കുന്നത് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അവിടെ നമ്മൾ അനുസരിക്കുന്നു, പക്ഷെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ നിങ്ങൾ നോക്ക്, അള്ളാഹുവിനെ അനുസരിക്കുകയല്ല, മനിത്തബ, നിങ്ങൾ ഇത്തിബ എന്ന അനുകരണത്തിന്റെ മാധുര്യമാണ് ഖുർആനിന് വേണ്ടത്, പ്രവാചകന് വേണ്ടത്, ഇസ്ലാമിന് വേണ്ടത്. ആ മതസങ്കല്പത്തെ നിങ്ങൾ പിന്തുടരുമ്പോൾ അവിടെ രൂപപ്പെടുന്നത് കേവല വിശ്വാസമല്ല, കേവലമായ സ്നേഹമല്ല, കേവലമായ അനുസരണയല്ല, അതിനപ്പുറത്തേക്ക് ആഴത്തിൽ സഞ്ചരിക്കുന്ന റിദ്വാൻ എന്ന തൃപ്തിയാണ്. അങ്ങേയറ്റത്തെ മനസ്സിന്റെ തൃപ്തി, എൻ്റെ മതത്തിലുള്ള തൃപ്തി, എൻ്റെ വിശ്വാസത്തിലുള്ള തൃപ്തി, എൻ്റെ സംസ്കാരത്തിലുള്ള തൃപ്തി, എൻ്റെ വഴിയും വെളിച്ചവുമായ പരിശുദ്ധ ഖുർആനിലുള്ള തൃപ്തി, അത് എന്നിലേക്ക് കൈമാറ്റം ചെയ്ത പരിശുദ്ധ പ്രവാചകർ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ തങ്ങളിലുള്ള തൃപ്തി, ആ തൃപ്തി അനുവദിക്കപ്പെടുന്ന മനുഷ്യന് ലഭിക്കുന്ന സമ്മാനം എന്താ? സുബുലസ്സലാം, സന്മാർഗത്തിന്റെ, ശാന്തിയുടെ, സമാധാനത്തിന്റെ മാർഗങ്ങൾ അവന്റെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. പീസ് എന്നത് മൾട്ടി ഡയമെൻഷനലാണ്. സമാധാനം എന്നത് ഏകധ്രുവമല്ല, അത് വിഭിന്ന മാർഗങ്ങളിലൂടെ മനുഷ്യൻ കൈവരിക്കുന്നതാണ്. ഖുർആനിന്റെ സമീപനവും അങ്ങനെയാണ്. സമാധാനം ഉണ്ടാകാൻ നിങ്ങൾ പല വഴികളിലൂടെ സമാധാനത്തെ സമീപിക്കണം. നിങ്ങളുടെ വീടുകളിൽ കിട്ടുന്ന സമാധാനം, ബന്ധങ്ങളിൽ കിട്ടുന്ന സമാധാനം, വ്യവഹാരങ്ങളിൽ കിട്ടുന്ന സമാധാനം, ഇടപഴക്കങ്ങളിൽ കിട്ടുന്ന സമാധാനം, ദാനധർമ്മങ്ങളിൽ കിട്ടുന്ന സമാധാനം, സുഹൃതങ്ങളിലൂടെ മനുഷ്യൻ കൈവരിക്കുന്ന വിശാലമായ സമാധാനം, ആളുകളോടുള്ള സഹവർത്തിത്വത്തിൽ അനുഭവിക്കുന്ന സമാധാനം,
മനുഷ്യരോട്, പ്രകൃതിയുടെ ജീവജാലങ്ങളോട്, ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളോടൊക്കെ പ്രകടിപ്പിക്കുന്ന തൻ്റെ തന്മയത്വമുള്ള സ്വഭാവത്തിൽ നിന്ന് അനുഭവിക്കുന്ന സമാധാനം, ഇതെല്ലാം സുബുലസ്സലാം, സമാധാനത്തിൻ്റെ വിഭിന്ന മാർഗങ്ങളിലേക്ക് അവരെ വഴി കാണിച്ചു കൊടുക്കാനാണ് നിങ്ങൾക്ക് പ്രവാചകനെയും പരിശുദ്ധ ഖുർആനിനെയും നിങ്ങൾക്ക് മുന്നിൽ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ സുബുലസ്സലാം എന്നതിന് ഇബ്നു കസീർ അതുപോലെ മഹാന്മാരായ മുഫസ്സിരീങ്ങളൊക്കെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം. സലാം എന്ന് പറയുന്നത്, സുബുലസ്സലാം എന്നത് അത് തുറുഖുൻ നജാത്ത് വസ്സലാമ വമനാഹിജുൽ ഇസ്തിഖാമ, 3 കാര്യങ്ങളാണ്. സുബുലുസ്സലാം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പദപ്രയോഗമാണ്. അങ്ങേയറ്റത്തെ വിജയത്തിനുള്ള മാനദണ്ഡമാണ്. സമാധാനം പരമമായ വിജയമാണ്. ആ വിജയം പരമമായി വേണ്ടത് ആർക്കാ? ആത്മാവിനാണ്, സോളിനാണ്. തൻ്റെ ആത്മാവാണ് പരമമായി ജയിക്കേണ്ടത്. അവർക്കാണ് ഏറ്റവും പരമമായ സമാധാനം അനുഭവിക്കേണ്ടത്. അത് ലഭിക്കണോ? സുബുലസ്സലാം. തീർന്നില്ല. വസ്സലാമ, ശരീരത്തിന് ശാന്തത വേണം, മനസ്സിന് സമാധാനം വേണം, മനസ്സിന് സുരക്ഷ വേണം. ഹൃദയത്തിൻ്റെ മെന്റൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മെന്റൽ പീസ്, ഇമോഷണൽ പീസ്, വൈകാരികമായി അനുഭവിക്കുന്ന സമാധാനം, അവിടെ സലാമത്ത് അനുഭവിക്കാൻ കഴിയണം. തീർന്നില്ല. ശരീരത്തിന് ചില സമാധാനം ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ നേരെ നടക്കാൻ, വക്രതയില്ലാതെ ജീവിക്കാൻ, വളച്ചുകെട്ടുകളില്ലാതെ ജീവിക്കാൻ, സമാധാനത്തോടെ സഹവർത്തിക്കാൻ മനുഷ്യനുണ്ടാകേണ്ട ഗുണമുണ്ട്. ആ ഗുണം സ്വായത്തമാക്കണമെങ്കിൽ അവിടെയും ഉണ്ടാകേണ്ടത് സമാധാനമാണ്. സുബുലസ്സലാം. സമാധാനത്തിന്റെ വഴികൾ വ്യത്യസ്തമാണ്. പീസ് വിത്ത് ഗോഡ്, പീസ് വിത്ത് സെൽഫ്, പീസ് വിത്ത് നാച്ചർ, പീസ് വിത്ത് അതേഴ്സ്. 4 ഘടകങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗത്തെ വെച്ച് മഹാന്മാർ പരിചയപ്പെടുത്തുന്നത് കാണാം. പരമമായി പടച്ച തമ്പുരാനിലൂടെ സ്വായത്തമാക്കുന്ന സമാധാനം, അതിനാണ് സ്പിരിച്വൽ ട്രാങ്ക്വിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ആത്മീയ സുഖം, ആത്മീയ സമാധാനം, മതത്തിലൂടെ വശ്യമായി അനുഭവിക്കുന്ന സുഖം അതാണ്. രണ്ടാമത്തേത് പീസ് വിത്ത് വൺ സെൽഫ്, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അവനവനിൽ അനുഭവിക്കുന്ന സുഖം, സമാധാനം, സന്തോഷം, എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കണ്ടെത്തുന്ന പരമമായ സമാധാനം. ആ സമാധാനം എന്നത് ഹൃദയത്തിൽ നിന്നൊരു മനുഷ്യന് ലഭിക്കുന്ന മെന്റൽ ട്രാങ്ക്വിലിറ്റിയാണ്. ഹൃദയപരമായൊരു വല്ലാത്തൊരു സുഖമാണ്, അവസ്ഥയാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഴികളെ പിന്തുടരുമ്പോൾ, ദീനീപരമായ ഗുണങ്ങൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യുമ്പോൾ അവൻ അനുഭവിക്കുന്നത് അങ്ങേയറ്റത്തെ മനസ്സുഖമാണ്, ഹൃദയ വിശാലതയാണ്, അതിൻ്റെ സമാധാനമാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് പോലും അതിൻ്റെ ആഴങ്ങളിലേക്കാണ്. അടുത്തത് പീസ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോട് നമ്മൾ അനുഭവിക്കുന്ന അപാരമായ സമാധാനം. മുസ്ലിം മൻസലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഇതിനേക്കാൾ മനോഹരമായി പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ സത്യത്തെ നമുക്ക് എങ്ങനെ വായിക്കാൻ പറ്റും? നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ടോ, നിങ്ങളുടെ വാക്കുകൊണ്ടോ, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ, നിങ്ങളുടെ അധികാരം കൊണ്ടോ, യത് എന്നൊരു അധികാരമാണ്. നാവും നിങ്ങളുടെ അധികാരവും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ കൂടെയുള്ള ഒരു മനുഷ്യനെയും ദ്രോഹിക്കാതിരിക്കുന്ന സമാധാനപൂർണമായ ഒരവസ്ഥയുണ്ടല്ലോ. മൻസലിമൽ മുസ്ലിമൂൻ മിൻ ലിസാനിഹി വയദിഹി. നിങ്ങളുടെ ഒരു തരത്തിലുമുള്ള അധികാരം മറ്റൊരാൾ കന്യായമാകാതെ ജീവിക്കുന്ന സമാധാനപൂർണമായ അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയാണ് യഥാർത്ഥ സമാധാനത്തിന്റെ സുബുലുസ്സലാം എന്ന് പറയുന്നത്. പീസ് വിത്ത് നാച്ചർ, പ്രകൃതിയോട് മനുഷ്യൻ പുലർത്തുന്ന പരമമായൊരു സമാധാനത്തിന്റെ തലമുണ്ട്. അതാണ് ഇക്കോളജിക്കൽ ബാലൻസ് എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വല്ലാത്ത ഒരു സന്തുലിതാവസ്ഥ. ഇവിടെ ഞാനുള്ളതുപോലെ ഈ ഭൂമിയിലെ ജീവജാലങ്ങൾ ഉണ്ടാവണം. ഇവിടുത്തെ സർവ്വതിനും നിലനിൽക്കാനുള്ള ഈ പ്രപഞ്ചത്തിൽ അത്തരം സമാധാനപൂർണമായ നിലനിൽപ്പിനുള്ള അവസരമുണ്ടാകണം. ഇതത്രയും സംഭവിക്കുമ്പോഴാണ് എൻ്റെ ധർമ്മം പൂർണ്ണമാകുന്നത്. അങ്ങനെ സാധ്യമാക്കുന്ന ഒന്നിൻ്റെ പേരാണ് ഇസ്ലാം എന്ന സമാധാന സുന്ദരമായ ആശയം. അതുകൊണ്ടാണ് ഇസ്ലാം എല്ലായിടത്തും സംഘർഷപൂർണമായ ലോകത്ത്, സങ്കടങ്ങൾ നിറഞ്ഞു നിന്ന കാലത്ത്, അധികാരത്തിൻ്റെ സോപാനങ്ങളിലേക്ക് ചവിട്ടടികൾ വെച്ച് കയറി അഭിമാനിച്ച സമയങ്ങളിൽ എല്ലായിടത്തെയും തളർച്ചയിലും വളർച്ചയിലും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും വേദനയിലും മനുഷ്യന് അവരനുഭവിച്ച ആനന്ദങ്ങളിലും എല്ലായിടങ്ങളിലും ഒരുപോലെ സമാനമായി നിലനിർത്തിയ ഒരു മാനസികാവസ്ഥയുടെ പേരാണ് സമാധാനം എന്നത്. പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത് പോലും അങ്ങനെയാകാനാണ്. അതുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാമിനെ തകർക്കുക അത്ര എളുപ്പമല്ല എന്ന് മനുഷ്യർ വിളിച്ചു പറയുന്നത്. കാരണം ഇത് സമാധാനമെന്ന മഹിതമായ സംസ്കാരത്തെ ലോകത്ത് രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി നിലകൊണ്ട ആശയമാണ്. പീസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് എ പാത്ത് ഓഫ് യുവർ ലൈഫ്. ജീവിതത്തിന്റെ വഴിയാണ് സമാധാനം, അതൊരു ലക്ഷ്യസ്ഥാനമല്ല. ഇരിക്കുന്നിടത്ത് ഭാര്യയിൽ ഒരു ഭർത്താവ് അനുഭവിക്കുന്നതിന്റെ പേരാണ് സമാധാനം.
ഭർത്താവിൽ നിന്നൊരു ഭാര്യ അനുഭവിക്കുന്ന മൂല്യവത്തായ ഒരു വിശാലതയുടെ പേരാണ് സമാധാനം. മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് കിട്ടുന്ന സുരക്ഷയാണ് സമാധാനം. മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് കിട്ടുന്ന കരുതലാണ് ആ സമാധാനം. അധികാരിയിൽ നിന്ന് അനുയായികൾക്ക് ലഭിക്കുന്നതാണ് സമാധാനം. അനുയായികളിൽ നിന്ന് അധികാരികൾക്ക് ലഭിക്കുന്ന, നേതാവിന് ലഭിക്കുന്ന പിന്തുണയാണ് ആ സമാധാനം. ഈ ഭൂമിയിലെ ജീവജാലങ്ങൾ എന്നിൽ നിന്ന് അനുഭവിക്കുന്ന സുരക്ഷയാണ് ആ സമാധാനം. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളോടും ഞാൻ പുലർത്തുന്ന മാനസികമായി ഉൾക്കൊള്ളാനുള്ള ആ ആഴത്തിലുള്ള ബോധ്യമാണ് സമാധാനം എന്ന് പറയുന്നത്. അത് തിരിച്ചറിയുന്നിടത്ത് എല്ലാം ഒന്നായി തീരുന്ന അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക അർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. അല്ലാഹുവേ, നീ തന്നെ സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം, നിന്നിലേക്ക് തന്നെയാണ് സമാധാനം. ഈ പ്രപഞ്ചത്തിന്റെ സർവ്വ സമാധാനത്തിന്റെയും തലങ്ങൾ അത്രയും നിലകൊള്ളുന്നത് നിന്നിൽ മാത്രമാണെന്ന പരമമായ സത്യത്തെ ഒരു വിശ്വാസി ഉറക്കെ വിളിച്ചു പറയുന്നത് ആ ബോധ്യത്തിൽ നിന്നാണ്. ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരുപിടി അനുഭവങ്ങൾ കാണാം. മക്ക വിജയത്തിന്റെ സമയത്ത് പരിഭ്രാന്തരായ മനുഷ്യർ എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ഞാനൊരു അന്യായം ചെയ്യുമെന്നോ? ഇല്ല, പരിശുദ്ധ ദീൻ സമാധാനത്തിൻ്റെതാണ്. നിങ്ങൾ സർവതന്ത്ര നിങ്ങൾ പൂർണ്ണമായി ആ സ്വാതന്ത്ര്യത്തിന്റെ പാരമ്യതയിൽ നിന്ന് നിങ്ങൾക്ക് സമാധാന സുരക്ഷിതരായി ജീവിക്കാൻ കഴിയുമെന്ന് വിളിച്ചു പറയുന്ന പ്രവാചകൻ. അതേ വിധാനത്തിൽ ലോകത്ത് ഇതേ മാതൃകയിൽ പിന്തുടർന്ന പ്രവാചകരുടെ അനുയായികൾ. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ്, ഒരൊറ്റ അനുഭവം മാത്രം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അധികാരകാലത്ത് മനോഹരമായ മസ്ജിദുൽ അഖ്സയെ തിരിച്ച് മുസ്ലിമീങ്ങളുടെ അധികാരങ്ങളിലേക്ക് പതിറ്റാണ്ടുകൾക്ക് ശേഷം തിരിച്ചു പിടിച്ചൊരു രംഗം. മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ഖിബിലയാണ്, സമാധാന ഗേഹമാണ്. അത് തിരിച്ചു കിട്ടിയതിന്റെ ആനന്ദലബ്ധിയിൽ ഉമർ ഇബ്നുൽ ഖത്താബും അനുചരന്മാരും ആ പള്ളിയുടെ പരിസരത്ത് ചെന്ന് നിൽക്കുകയാണ്. അവിടെ ഒരു പള്ളിയുണ്ട്, സെന്റ് സെപ്പൾച്ചർ ചർച്ച് എന്നാണ് അതിന്റെ പേര്. ഇന്നും നമുക്ക് മസ്ജിദുൽ അഖ്സയിൽ പോയാൽ, ബൈത്തുൽ മഖദ്ദസിൽ ആ വെയിൽ വാളിന്റെ അരികത്തൂടെ നടന്നാൽ മുന്നിൽ പോയാൽ കാണുന്ന മനോഹരമായ ഒരു ക്രൈസ്തവ ദേവാലയമാണ് സെന്റ് സെപ്പൾച്ചർ ചർച്ച്. അവിടെ നിന്നാണ് ആ കുരിശിലേറ്റപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്രൈസ്തവ വിശ്വാസ പ്രകാരം യേശുവിനെ 3 ദിവസം അവരുടെ ഭൗതിക ശരീരം അവിടെ ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിന് മുമ്പ് ആ ഭൗതിക ശരീരം അടക്കം വെച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പള്ളിയാണ്. അവർക്കേറെ പ്രിയപ്പെട്ട ഒരു പുണ്യഗേഹമാണ്. ആ സെന്റ് സെപ്പൾച്ചർ ചർച്ചിന്റെ അരികത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് എത്തിയത് മസ്ജിദുൽ അഖ്സയുടെ അധികാരം ആ കൈമാറ്റത്തിന് വേണ്ടിയാണ്. അതിന്റെ താക്കോല് വാങ്ങാനാണ്. സെഫ്രനോസ് എന്ന പാത്രിയാർക്കിന്റെ അരികത്തെത്തിയപ്പോൾ അന്നൊരു ലുഹറിന്റെയോ അസറിന്റെയോ നമസ്കാര സമയമാണ്. നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്നു അനുചരന്മാർ. അപ്പോൾ സെഫ്രനോസ് തിരുമേനി പറയുകയാണ്, ആ പാത്രിയാർക്കീസ് ബാവ പറയുകയാണ്, നിങ്ങൾ പള്ളിയിൽ കയറി നിസ്കരിച്ചോ, ഈ ക്രൈസ്തവ ദേവാലയത്തിൽ നിങ്ങൾക്ക് നിസ്കരിക്കാം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമില്ല. നീതിമാനായ ഉമർ ഇബ്നുൽ ഖത്താബിനോട് അനുചരന്മാരോട് സ്നേഹപൂർവമായ ക്ഷണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരല്പം ഒരു ക്ഷമയോടെ ഇന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ചരിത്രമധുരമായൊരു മറുപടിയുണ്ട് ഈ പ്രിയപ്പെട്ട പാത്രിയാർക്കീസ് ബാവയോട്. ഇല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് നിസ്കരിക്കുന്നില്ല. അങ്ങയുടെ ദേവാലയത്തിനുള്ളിൽ നിന്ന് ഞാനോ എൻ്റെ അനുചരന്മാരോ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ ഈ ദേവാലയം അങ്ങക്ക് പറ്റില്ലേ? ഏതെങ്കിലും അർത്ഥത്തിലുള്ള അസഹിഷ്ണുത അല്ല. നീതിമാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവരുടെ കൈകളിൽ മാത്രമേ ഞാൻ ഈ താക്കോല് കൈമാറൂ. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഉമർ നീതിമാനാണ്, ഉമർ അന്യായം ചെയ്യില്ല. അവിടെ മസ്ജിദുൽ അഖ്സ നിങ്ങളുടെ കരങ്ങളിൽ എത്തിയാലും ഈ സെന്റ് സെപ്പൾച്ചർ ചർച്ച് ഞങ്ങളുടെ കരങ്ങളിൽ ഭദ്രമായി നിലനിർത്തും. അതുകൊണ്ട് ഉമറിനല്ലാത്ത വേറൊരാൾക്ക് ഞാൻ ഈ അധികാരം കൈമാറില്ല എന്ന് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞിരുന്നു. അതിനെയാണ് ചരിത്രത്തിൽ ബ്ലഡ്ലെസ് ട്രാൻസിഷൻ ഓഫ് പവർ, രക്തം ചിന്താതെ വായുധമേന്താതെ അധികാരം കൈമാറിയ മനോഹരമായ മുഹൂർത്തമെന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. ഉമർ ആ മനുഷ്യനോട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഇവിടെ നിസ്കരിക്കില്ല, ഞങ്ങൾ ഈ മുറ്റത്തൊരരികത്ത് മാറി നിന്ന് നമസ്കരിക്കാം. ഉമറിനോട് മനുഷ്യൻ ചോദിക്കുന്നു, പാത്രിയാർക്കീസ് ബാവ, എന്തേ നിങ്ങളതിന് നിസ്കരിക്കാതിരുന്നത്? അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ശേഷം എൻ്റെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഞാൻ അവരുടെ അമീറായ അവരുടെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് ഈ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു അവകാശവാദം പറഞ്ഞാൽ, നിങ്ങളുടെ വിശ്വാസത്തിനൊരു തടസ്സം നിന്നാൽ, അത് ഞാൻ എന്ന നീതിമാനായ എൻ്റെ വിശ്വാസ സംഹിതക്കോ ഞാൻ അങ്ങേക്ക് നൽകിയ വാക്കിനോ അതെതിരാകാൻ സാധ്യതയുണ്ട്. അധികാരം കയ്യിലെന്തുന്ന സമയത്തും തൻ്റെ കയ്യിൽ മുഴുവൻ സാധ്യതകളുമുള്ള സമയത്തും നീതി പുലർത്താൻ കാണിച്ച വിശാലമായ സംസ്കാരത്തിൻ്റെ ആവശ്യതയാണ് പരിശുദ്ധ ദീനിനെ സംബന്ധിച്ചിടത്തോളം സുബുലുസ്സലാം. വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. പരിശുദ്ധ ഖുർആനിന്റെ വചനം അവസാനിക്കുന്നത് അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ശാന്തിയുടെ, സമാധാനത്തിൻ്റെ
മാർഗങ്ങൾ അത്രയും നിങ്ങളുടെ മുന്നിൽ വന്നാൽ ഇനി നിങ്ങൾ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടക്കും. യുഖ്രിജുഹും മിനദ്ദുലുമാത്ത്. ളുലുമാത്ത് എന്നത് സുബുലുസ്സലാം എന്ന് പറഞ്ഞതുപോലെ വീണ്ടും പ്ലൂരലാണ്. ഇരുട്ട് അതും മൾട്ടി ഡയമെൻഷനലാണ്. ഇരുട്ട് അത് വ്യാപകമാണ്. പലയിടങ്ങളിലും ഇരുട്ടുണ്ട്. സ്വഭാവത്തിൽ, മനസ്സിൽ, ചിന്തയിൽ, വ്യവഹാരങ്ങളിൽ, ഇടപെടക്കങ്ങളിൽ, സമ്പർക്കങ്ങളിൽ, സംഘടനകളിൽ, സംവിധാനങ്ങളിൽ, സ്ഥാപനങ്ങളിൽ എല്ലായിടത്തും ഇരുട്ട് വരാം. ഇരുട്ടെവിടെയും വരാം. പക്ഷെ ഇരുട്ടിൽ നിന്നുള്ള മോചനം ഏകധ്രുവമാണ്. ഒരു വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു നടക്കാൻ കഴിയൂ. ആ വെളിച്ചം സമാധാനത്തിൻ്റെതാണ്. ആ വെളിച്ചം സന്തോഷത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് സെപ്റ്റംബർ 9/11 ആക്രമണത്തിന് ശേഷം ഇസ്ലാമോഫോബിയ എന്ന വലിയ ഭീതി ലോകം മുഴുവൻ പടർത്തി ഇസ്ലാമിനെതിരെ പടയോട്ടം നടത്തിയ അമേരിക്കയുടെ മണ്ണിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന മതം ഇസ്ലാം, ഏറ്റവും കൂടുതൽ ആശ്ലേഷണം നടക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിലേക്ക്. ആരാധനാലയങ്ങൾ അർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ അങ്ങനെ ഓരോ പട്ടണങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും മുസ്ലിം ദേവാലയങ്ങൾ ഉണ്ടാകുന്നു. വാഷിംഗ്ടൺ DC-യുടെ നഗരമധ്യത്തിൽ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. ജൂത ദേവാലയത്തിൽ വെച്ച് ജുമാ നമസ്കാരം. ബോസ്റ്റണിലെ ക്രൈസ്തവ ദേവാലയത്തിൽ നിന്ന് ഞാൻ ജുമാ നമസ്കരിച്ചിട്ടുണ്ട്. പോയവർക്കറിയാം, ക്രൈസ്തവ ദേവാലയങ്ങളിൽ ജുമാ നിർവഹിക്കപ്പെടുന്നു, ജൂത സിനഗോഗുകളിൽ ജുമാ നിർവഹിക്കപ്പെടുന്നു. യൂറോപ്പിലെ നിത്യമായ കാഴ്ചയാണ്. കാരണം യൂറോപ്പിൽ തെറ്റിദ്ധരിക്കപ്പെട്ട സമാധാനമില്ലാത്ത ഇരുട്ടാണ് ഇസ്ലാം എന്ന് പറഞ്ഞ മനുഷ്യരുടെ മുന്നിൽ ആ ജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, ഇത് സമാധാനത്തിൻ്റെ മതമാണ്, ഇത് ശാന്തിയുടെ മതമാണ്, ഇത് വിട്ടുവീഴ്ചയുടെ മതമാണ്, ഇത് ഉൾക്കൊള്ളുന്നതിൻ്റെ മതമാണ്, ഇത് മനുഷ്യരെ സ്വീകരിക്കുന്ന മഹത്തായ ഉത്കൃഷ്ടതയുടെ മതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഖുർആനിക സമ്മേളനം സമാധാനത്തെ ഒരിക്കൽ കൂടി ഉറക്കെ പറയാനും നമ്മുടെ ചിന്തകളിലൂടെ, പ്രവർത്തികളിലൂടെ, ആശയങ്ങളിലൂടെ, ഇടപെടക്കങ്ങളിലൂടെ ആ സമാധാന ദർശനത്തെ പരിശുദ്ധ ഖുർആൻ എന്ന മനോഹരമായ വചനദീപ്തിയെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. നഗബറാവോ മുസൽമാനോ അബി ഖുദാ കി ഷാൻ ബാക്കി ഹെ, അബി ഇസ്ലാം സിന്ദാ ഹെ, അബി ഖുർആൻ ബാക്കി ഹെ. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ലോകത്ത് നോക്കി വിളിച്ചു പറഞ്ഞ പ്രതീക്ഷയുള്ള വചനമാണ്. നഗബറാവോ മുസൽമാനോ, ശാന്തിയുടെ ദൂതന്മാരായ മുസ്ലിമീങ്ങളെ നിങ്ങൾ പേടിക്കരുത്. അബി ഖുർആൻ ബാക്കി ഹെ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പരിശുദ്ധ ഖുർആൻ ബാക്കിയുണ്ട്, നിങ്ങളുടെ കയ്യിൽ അവശേഷിക്കുന്നുണ്ട്. അബി ഇസ്ലാം സിന്ദാ ഹെ, സമാധാനത്തിന്റെ മതമായി ഇസ്ലാം ഇന്നും ജീവിച്ചു നിൽക്കുന്നുണ്ട്. അബി ഖുദാ കി ഷാൻ ബാക്കി ഹെ, അള്ളാഹുവിൻ്റെ മഹാത്മ്യം അത് നിങ്ങൾക്കിടയിൽ ഒരു മോശവും വരാതെ നിലനിൽക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മഹാത്മ്യം, പരിശുദ്ധ ഖുർആനിൻ്റെ സജീവത, പരിശുദ്ധ ഇസ്ലാമിൻ്റെ വെളിച്ചം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പിന്നെ എന്തിന് ആശങ്കപ്പെടാനാണ്? ഈ ഹോളി ഖുർആൻ അവാർഡ് അത്തരമൊരു നന്മയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഞാനിവിടെ നിന്ന് ഓർക്കുകയായിരുന്നു, എൻ്റെ വയസ്സാണ് പ്രിയപ്പെട്ട അസ്ലം സാഹിബ് വിട പറഞ്ഞ പ്രായം. 38 വയസ്സ് എന്നത് ഒരു കുഞ്ഞു പ്രായമാണ്. ഒരുപക്ഷെ ജീവിച്ചു തുടങ്ങുന്ന, ജീവിതത്തെ കണ്ടു തുടങ്ങുന്ന ഒരു പ്രായം. ആ പ്രായത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ, ഇത്ര ചെറിയ പ്രായത്തിൽ വിട പറഞ്ഞൊരു മനുഷ്യൻ ഒരു നാട്ടിൽ 2 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ആ നാട്ടിൽ അവരുടെ പ്രിയപ്പെട്ട സമദക്കയും അതുപോലെ ഷംസുക്കയും ഒക്കെ പോലെയുള്ള സഹോദരങ്ങളിലൂടെ, അതും ഭൂമിയിലെ ഏറ്റവും വലിയ സമാധാനത്തിൻ്റെ വെളിച്ചമായ പരിശുദ്ധ ഖുർആനിനെ ഓർമ്മിക്കുന്ന ഒരു ഗ്രാമമായി, അങ്ങനെ ഒരു പ്രദേശമായി, അങ്ങനെയുള്ള ജനമനസ്സുകളിലേക്ക് ഖുർആനിനെ വായിക്കുന്ന ഒരു മുഹൂർത്തമായി ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തും വിട പറഞ്ഞിട്ടും ഇങ്ങനെ സ്വീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു മഹാഭാഗ്യമാണ്. അള്ളാഹു നമുക്കും ഖുർആനിനെ സ്നേഹിക്കുന്ന, ഖുർആനിലൂടെ ആ സ്നേഹത്തെ അനുഭവിക്കുന്ന, എന്നിട്ട് പരമമായ സമാധാനത്തെ പാരത്രിക ലോകത്ത് അനുഭവിക്കുന്ന വിശാലത, ആ സന്തോഷം അള്ളാഹു നമുക്കേവർക്കും നൽകട്ടെ. ഈ കുടുംബത്തിന് അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഹോളി ഖുർആൻ അവാർഡിൽ നിങ്ങളോടൊപ്പം ചേരാനും സംവദിക്കാനും സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എന്നെ ഈ വേദിയിലേക്ക് വിളിച്ച പ്രിയപ്പെട്ട സമദക്ക, അതുപോലെ ഏറ്റവും ആദരണീയനായ ഞാനേറെ ബഹുമാനിക്കുന്ന അക്ബർക്ക, എല്ലാവരോടുമുള്ള സ്നേഹം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.